അസ്സലാമലൈക്കും. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി. അസ്സലാമലൈക്കും. മലയാളം അറിയോ? ഹിന്ദി മാത്രം. റൂം കേസാ ഹേ? സൂപ്പർ പറയണം കേട്ടോ ഗൈസ്. മാഷാ അല്ലാഹ്. ഹലോ ഹായ്, പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മളെ എല്ലാവരും ട്രിപ്പ് പോകാനൊക്കെയാണ് ഹേട്രിക്സിന്റെ ഭാഗമായിട്ട്. ഇതാണ് നമ്മൾ ഇവിടുത്തെ സ്റ്റാഫ്. ആശു ഭായ് അസ്സലാമു അലൈക്കും. അപ്പോ ട്രിപ്പ് ആ ട്രിപ്പ് ജാ രहे हो ना तुम? कहाँ? ഞങ്ങളെല്ലാവരും മൂന്നാർ പോകാൻ നിൽക്കുകയാണ്. പിന്നെ ഒരാൾ നിസ്കരിച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്. പക്ഷേ നമാസ് പഠി നമ്മളിവിടെ നിസ്കരിച്ചിട്ടും എല്ലാവരും ദുആ ചെയ്തിട്ടും പിന്നെ നമുക്ക് ഇവിടുന്ന് പോകാൻ ചെയ്യാം അല്ലെ. നമ്മുടെ നാം കേട്ടാ സിദ്ദീഖ് സർ. സിദ്ദീഖ് സർ സലൂൺ കാ നാം സലൂൺ. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഒരാൾ നിസ്കരിക്കുക. रावलते चाय कैसी लग रही है यहाँ की? एक नंबर. मलयालम में कुछ बोलना चाहोगे आप? നമ്മൾ ശരിക്കുള്ള മുതലാളി ബസീം ഭായ്. कैसा फील हो रहा तुम्हें? चाय पी रहा हूं अभी तो मस्त फील हो रहा है. चाय पीते मस्त फील हो रहा है. ഞങ്ങൾ എല്ലാവരും ഇവിടെ പലാരത്തിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടും ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ടും പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകാൻ ചെയ്യാം അല്ലേ. ടെൽ മീ മലയാളം. സുഖാണ് ഗൈസ്. ഇതാണ് നമ്മൾ ബസ്. എന്റെ ബാഗ് എവിടെ? അതിന്റെ ഇതാണ് നമ്മള് മാനേജർ. അസ്സലാമു അലൈക്കും. സുഖല്ലേ? ഇതാണ് നമ്മൾ ഇവിടുത്തെ മെയിൻ മുതലാളി. മാഷാ അല്ലാഹ്. ബസ് കേസായി സെറ്റ് അല്ലേ? എന്നറിയോ? ഞാനാരാ? മല്ലുബായ്. ഞാൻ വിചാരിച്ചു നിങ്ങൾ അറിയിച്ചില്ല അല്ലേ. എന്തായാലും സന്തോഷം. വണ്ടി എന്തായാലും സെറ്റ് കേട്ടോ. സീന് വണ്ടി കേട്ടോ. അറിയാം. പേരെന്താ വണ്ടിന്റെ ഒന്ന് പേര് പറഞ്ഞു കൊടുക്ക. ഇൻഷാദ് ട്രാവൽ ഹബ്. സീനട്ടോ. അല്ല ചേട്ടന്റെ പേരെന്താ? നവാസ് ഭായ്. കേരളത്തിലെ ഹാബി ഡ്രൈവർ തകർക്കും അല്ലേ. സെറ്റല്ലേ? ഫുഡ് കഴിക്കുന്ന ഹോട്ടൽ നോക്കിയോ? ആ ഹോട്ടൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഹോട്ടൽ കേട്ടോ. കണ്ടോ ഹോട്ടൽ ഇതാണ്. പക്ഷെ വണ്ടി നിർത്താൻ സ്ഥലമില്ല. വണ്ടി നമ്മള് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി. നമ്മള് മെയിൻ മുതലാളി ഫസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. സിദ്ദിഖ. ഹലോ സുഖല്ലേ? എങ്ങനെയുണ്ട് വൈബ്? സൂപ്പർ അടിപൊളി. ഇതാണ് നമ്മള് ജലീൽ സാറ്. ജലീൽക്ക് സാറ് ഫുള്ള് ലുക്കാണല്ലോ അല്ലേ. ഫുള്ള് സീന്. മഞ്ഞൊക്കെ കറുപ്പ് ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് എന്തായാലും നമ്മളൊക്കെ പോരാ. മുതലാളിമാരെ ഫുള്ള് സെറ്റാണ് അല്ലേ. തണുപ്പുണ്ട് കുറച്ച് തണുപ്പുള്ളൂ. വലിയ തണുപ്പൊന്നുമില്ല. ഇനി ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകാനൊക്കെയാണ് അല്ലേ. എന്തൊക്കെ ഉണ്ടാവും ഫുഡിലേക്ക് നോക്ക. ഇതാണ് മുതലാളിമാര. കണ്ടോ നമ്മൾ എന്താ പറഞ്ഞാല് സ്റ്റാഫുമാര് അപ്പൊ തന്നെ വാങ്ങി തരും അല്ലേ. ഇതാണ് മുതലാളി. അപ്പൊ കഴിച്ച് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകാനൊക്കെയാണ് ഈ ഹോട്ടലിന്റെ പേരെന്താ അറിയില്ല കേട്ടോ. ഹോട്ടലിന്റെ പേരെന്താണ്? ഗുരുദേവ്. कि भाई कैसा है एक्सपीरियंस आपको लग रहा है? कैसा लग रहा है आपको एक्सपीरियंस? സൂപ്പർ. ഒന്ന് മലയാളത്തിൽ 2 വാക്യം പറയൂ. നന്നായിട്ട്. ബിക്കി ഭായി കാണുന്ന ചേച്ചി ബിക്കി ഭായി കാണുന്ന ലുക്കല്ലേ? കാണുന്ന നല്ല സെറ്റ് സാധനല്ലേ? നല്ല ലുക്കാണ്. നിങ്ങളും അടിപൊളി കേട്ടോ. ഷോർ പക്ക. ഞാനെങ്ങനെയുണ്ട്? നല്ലതല്ലേ? ചേച്ചി എന്തായാലും പൊളിയാ. आसिफ भाई कैसा एक्सपीरियंस लग रहा है आपको? एक्सपीरियंस अभी तो फिलहाल भूख लग रही है. ഒന്ന് മലയാളത്തിൽ പറയൂ. ജസ്റ്റ് ഒരു 2 വാക്യം മലയാളത്തിൽ പറയൂ. അടിപൊളി സീൻ. അടിപൊളി. ഇനിയുണ്ടോന്ന് അടിപൊളിയായിട്ട് മലയാളം പറയുന്നുണ്ട്. ആസിഫ് ഭായിക്ക് എത്ര നാളെ ഇവിടെ കേരളത്തിൽ വന്നിട്ട്? 6 വർഷമായിട്ട് എത്ര നന്നായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ. പക്ഷെ എനിക്ക് 4 വർഷം കൊണ്ട് എത്ര മലയാളം നന്നായിട്ട് അറിയത്തില്ല. ആസിഫ് ഭായി പൊളിയാട്ടോ. അത് ശരി. അല്ല ഹേട്രിക്സത്തെ മുതലാളിമാർ എങ്ങനെയുണ്ട്? സത്യം പറയണം. സൂപ്പർ അല്ലേ? സെറ്റ് അല്ലേ? അടിപൊളിയാണ്. ഇഷ്ടം
നമ്മളെ എല്ലാ സ്റ്റാഫൊക്കെ ഇഷ്ടപ്പെട്ട മുതലാളി കിട്ടിയതാണ് കേട്ടോ. പഠിച്ചറപ്പേ ഇതേപോലെ തന്നെ അടുത്ത് अगला टूर इससे भी और अच्छा देवे आमीन। क्या दिया ऑर्डर? भाई ऑर्डर में अड्डी बोली इधर का മട്ടൺ ബിരിയാണി ഞങ്ങൾ എല്ലാവരും ഓർഡർ ചെയ്തിരിക്കണം മട്ടൺ ബിരിയാണി. ഫൈനലി നമ്മള് മട്ടൺ ബിരിയാണി എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഫുള്ള് മട്ടൺ ബിരിയാണി മാഷാ അല്ലാ. ഫുഡൊക്കെ കഴിച്ചു വന്നു, വണ്ടിയിൽ എല്ലാവരും കേറി. ചേട്ടാ ഫുഡ് ഇങ്ങനെ ഉണ്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? വയറൊക്കെ നിറഞ്ഞോ? ഉറപ്പല്ലേ നിങ്ങള്? സൂപ്പർ ഫുഡ്, സൂപ്പർ ഫുഡും സൂപ്പർ മുതലാളി, അതും കൂടി പറയണം. സൂപ്പർ ഫുഡ്, സൂപ്പർ ഫുഡ്, സൂപ്പർ മുതലാളി. ഇങ്ങനെ പറയും ചങ്ക് മുതലാളി എങ്ങനെ? പക്ഷെ ചേട്ടാ നിങ്ങൾ താടി സൂപ്പർ ആട്ടോ ഗൈസ്. മാഷാ അല്ലാ, എന്താ ഒരു അടിപൊളി വൈബ്. ഇവിടുത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാല് സെറ്റ് സീന് മോനെ. കണ്ടോ കണ്ടോ, ഇതാണ് നമ്മളെ വണ്ടി. നമ്മളെ മുതലാളിമാരെ സ്റ്റാഫുമാരെ വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ടാ. എന്താ സുഖമുള്ള കാറ്റ് വരുന്നുണ്ട്, എന്താ ഒരു സുഖമുള്ള കാറ്റ് വരുന്നുണ്ട്. സൂപ്പർ. कैसी हवा आ रही है? ठंडी 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 ठंडी. मुझको लगे पतली गली आज बोलेगी 1 2 3 4 let's dance more ചേട്ടാ എന്താ പറയാ ഈ സാധനത്തിന്? മൂത്രമൊഴിക്ക പേരൊന്നില്ല. ഗുഹ ഗുഹ ഏതാ ഗുഹ, ഏതാ ഗുഹ എന്നറിയില്ല. നമ്മള് ചെന്നിട്ട് നോക്കാം എന്തായാലും കേട്ടോ. അവിടെ പെമ്പിള്ളാർന്ന് നോക്ക്. അസ്തഗ്ഫിറുല്ലാ. ഗുഹ അതിന്റെ അകത്തേക്ക് പോവാ. റോക്കറ്റ് ഞാൻ ഇവിടെ റോക്ക് അല്ലേ? ഇറങ്ങണില്ലേ? അരങ്ങും. ഞാൻ ഫസ്റ്റ് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യോ, ഇത് മൂത്രമൊഴിക്കുന്ന സ്ഥലമാണ്. ഇത് മൂത്രമൊഴിക്കുന്ന സ്ഥലമാണ്. ഇതാണ് ഗുഹ. मूत्र वही സ്ഥലമാണ്. सुसु करने की जगह है, कह रहे गुफा. सुसु करने की जगह है. ഇത് മൂത്ര വയ്ക്കുന്ന സ്ഥലമാണ്. അല്ല താഴെ വെറുതെ ഗൈസ് നമ്മള് പട്ടിച്ച് മൂത്രമൊക്കെ സ്ഥലം എന്ന് പറയണ ഗുഹ. കടുവ ഉണ്ടാവും. നോ പേടി. എന്തിനു പേടിക്ക? ഒരു ദിവസം എന്തായാലും മരിച്ചു പോവും. കുച്ച് कहना चाहोगे? कैसा एक्सपीरियंस है? अच्छा है, मजा आया? मलयालम में 2 वर्ड. പറ സെറ്റ്. എങ്ങനെ? മലയാളം 2 വേർഡ്. സൂപ്പർ നൈസ്. ഇവിടുത്തെ സ്ഥലം നല്ലതാണ്. ആരൊക്കെ വരാനുണ്ടൊക്കെ വരാൻ പറ്റൂ. സുഖമായിട്ട് പുള്ളി എന്താ പറഞ്ഞ ഇവിടുത്തെ സ്ഥലങ്ങൾ നല്ല അടിപൊളിയായിട്ട് വൈബുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റാണെങ്കിൽ വേഗം വന്നിട്ട് അടിച്ചു പൊളിച്ചിട്ട് പോവാം. പിന്നെ വേറെ ഒരു ബായിനോട് ഞാനും ചോദിക്കട്ടെ. മലയാളം ബോലോ. പേരെന്താ? ബസിം ഭായ്. തുടങ്ങിക്കോ മലയാളത്തിൽ വേഗം സ്പീഡ്. വേഗം. എന്താ തലം എന്താ പേന? हिंदी हिंदी. हिंदी में क्या सिर में क्या जुआ है? जल्दी खुजा रहे हो आप? दर्द हो रहा है तो जल्दी बोलो आप क्या कहना चाहते हो. मुन्नार आके केरला में क्या कहना चाहते हो आप? मुन्नार बहुत अच्छा है. अच्छा है ना? कोई दिक्कत परेशानी? वाइफ मिला? वाइफ मिला. वाइफ नहीं, मैं ये पूछ रहा हूँ वाइफ है नहीं, मतलब एंजॉय है नहीं? ഫുൾ എൻജോയ്. ഇതൊക്കെ നമ്മളെ സ്റ്റാഫ് കേട്ടോ. കണ്ടോ? ഹലോ ചേച്ചി, എന്തൊക്കെ സുഖല്ലേ? സെറ്റല്ലേ? ചേച്ചി എന്തെങ്കിലും പറയാനുണ്ടോ? ചേച്ചി നമ്മൾ ഇവിടുത്തെ മാനേജർ കേട്ടോ. എല്ലാ സ്റ്റാഫിനും നന്നായി നോക്കും. എന്തായാലും നല്ല മനുഷ്യ ചേച്ചിനും. ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളെ സത്യം പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ ഇഷ്ടമല്ല, മീൻസ് വർക്കിന് വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പൊ ശരി ബൈ പറ ബൈ. മല്ലു സിംഗിനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. അങ്ങനെ പറയും. അങ്ങനെ ഒരൊറ്റ പ്രാവശ്യം മല്ലു സിംഗിനെ സപ്പോർട്ട് ചെയ്യും. ആയി വാ. ഹലോ ചേച്ചി, സെറ്റല്ലേ? ചേച്ചിക്ക് ഫുള്ള് ലുക്കാണല്ലോ. ചേച്ചി ഫുള്ള് ലുക്കട്ടോ. വെറുതില്ല, നമ്മള് മലയാളികൾ എവിടെ ചെന്നാലും സീനായിരിക്കും അല്ലെ? എങ്ങനെ കാണിച്ചു പൊളി. കേരള പൊളി. സെറ്റ്. സർബത്ത് ഉണ്ടോ? ഉണ്ടോ? ആ, എനിക്കൊരു സർബത്ത്. ഒരു സർബത്ത് എന്നിട്ട് പറയ്. കണ്ട എന്റെ മുതലാളി. ഒരു സർബത്ത് ഇട്ടോ. ഒരു സർബത്ത്. സർബത്തില്ല, സോഡ മാത്രമേ ഉള്ളൂ. സോഡ വേണ്ടട്ടോ. ഒന്ന് വേറെ ഏതൊക്കെ കുടിക്കാനുള്ളത്? വേറെ എന്തെങ്കിലും ഉണ്ടോ കുടിക്കാണ്? താങ്ക് യു. എന്റെ മുതലാളി തന്ന ക്യാഷ് കേട്ടോ ആണ്. എന്റെ മുതലാളി തന്ന ക്യാഷ് 40 റുപ്യ. ഞാൻ പറഞ്ഞ എനിക്ക് ചായ വേണ്ട, സർബത്ത് മാത്രം മതി. അപ്പൊ പുള്ളി പറഞ്ഞ പൈസ ഞാൻ തരാം, സർബത്ത് കുടിച്ചോ, എന്താ വേണമെങ്കിലും കുടിച്ചോ. കണ്ടോ, ഞാനൊന്ന് സർബത്ത് കുടിച്ചിട്ട് വരാം. ബാങ്ക് ചേട്ടാ സർബത്ത് ഉണ്ടാവുക? സർബത്തില്ല. സർബത്തുണ്ടോ? സർബത്തില്ല. ഞങ്ങളെ പോനക്കാണ് ഡാമുക്ക്. ഡാം പോയിട്ട് അടിച്ചു പൊളിക്കാം, പിന്നെ നേരെ റിസോർട്ടിൽ പോടാ. താടി സെറ്റ് ചെയ്യണോ? പിന്നല്ല, നമുക്ക് സെറ്റ് ചെയ്യാം. നിങ്ങള് വന്നാ മതി, മത്സ്യം സെറ്റ് ആക്കി തരും. സെറ്റ് മോനെ, സെറ്റ് മോനെ. നിങ്ങള് മലയാളം പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഫസ്റ്റാ? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അല്ലേ? എന്റെ മലയാളം എങ്ങനെയുണ്ട്? അടിപൊളി. ചേട്ടാ എന്റെ മലയാളം എങ്ങനെയുണ്ട്? പൊളി. മലർ കൊടിയേ. വേറൊരു പാട്ടുണ്ട്. ലത്തരി പുത്തരി കത്തിച്ച് കൽബില്ലത്തെ എണ്ണളിക്കുന്ന റാവൻ, റാവനെ ചൊട്ടല മുത്തര കുത്തരു മാല ചുടന്ന റോള്, മരന്റെ കൽബിലെ ആനന്ദ മുത്തന വായി ചിരിയ പൊളിയാണല്ലോ. ഫാത്തിമ ഏടാ മോനെ. അപ്പൊ ഗൈസ് ഞങ്ങളിപ്പോ എത്തിക്കണ്. എവിടെ എത്തിക്കണെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞുതരാ. എനിക്ക് ഓർമ്മ വന്നു. വെള്ളം കണ്ടിട്ട്, ഈ ഒരു വെള്ളം കണ്ടിട്ട് നമ്മൾ എത്തിക്കണ് ഡാം. ഇത് ഏതാ ഡാമ പേര് എനിക്ക് അറിയത്തില്ല. എന്റെ മുതലാളി ബോസ് ഏതാ? ആനയിറങ്ങൽ ഡാം. അത് ഞങ്ങള് പരിചയമാക്കി തരാം. ഞാൻ എന്റെ ബോസിനെ എന്റെ നാട്ടിൽ നിന്ന് ആൾക്കാരെ പോകാനൊക്കെയാണ്. പഞ്ചാബി പേര് വെറുതെ ഇങ്ങനെ ചോദിക്കാം. പേര് ചോദിക്കാം. ആദ്യം പേര് ചോദിക്കാം അല്ലേ ജലീൽക്ക? അല്ലേ? ഹലോ ഭായി, സത് ശ്രീ അകാൽ. എന്തെങ്കിലും സംസാരിക്കണോ? എന്ത് ചോദിക്കണം പറഞ്ഞോളി. എന്റെ നാട്ടുകാരൻ. ਬੜੀ ਟਫ ਲੈਂਗੁਏਜ ਹੈ ਸਾਡਾ ਊੜਾ ਬਹੁਤ ਸੌਖਾ। ਹਾਂਜੀ, ਆਪਾਂ ਗੇਟ ਲਿਖਦੇ ਆ। ਓਕੇ। ਗੇਟ ਇੰਗਲਿਸ਼ ਦੇ ਵਿੱਚ ਗੇਟ, ਪੰਜਾਬੀ ਦੇ ਵਿੱਚ ਦੀਵਾਰ ਲਿਖਦੇ ਨੇ। ਦੀਵਾਰ ਲਿਖਦੇ ਆ। ਮੈਂ ਇੱਕ ਇੱਥੇ ਐਡਾ ਵੱਡਾ ਲਿਖਿਆ ਹੁੰਦਾ, ਉਹ ਗੇਟ ਨੂੰ ਬਣਾਇਆ ਹੁੰਦਾ। ਇੱਕ ਗੱਲ ਹੋਰ ਦੱਸਾਂ ਮੈਂ ਭਾਜੀ ਅਸੀਂ ਨਾ ਜਿਹੜਾ ਦਰਵਾਜ਼ਾ ਹੁੰਦਾ ਹੈ ਨਾ, ਅਸੀਂ ਕਹਿੰਦੇ ਆ ਉਹ ਯਾਰ ਕੁੰਡੀ ਲਾ ਦੇ, ਏਦਾਂ ਕਹਿੰਦੇ ਨਾ। ਇਹ ਕੁੰਡੀ ਇੱਥੇ ਪੁੰਡ ਨੂੰ ਕਹਿੰਦੇ ਆ। കുണ്ടി മീൻസ് നമ്മളെ നാട്ടില് നമ്മള് വാതിൽ അടിക്കട, വാതിൽ ഡോർ തുറക്കോ, വാതിൽ അടിക്ക അങ്ങനെ പറയും. പക്ഷെ നമ്മളെ നാട്ടിലെ പഞ്ചാബില് കുണ്ടി മീൻസ് നിങ്ങൾ മലയാളത്തില് ബാക്കത്തെ ਕੁੰਡੀയാണ്। ਇਹ ਇੱਥੇ ਨਾ ਜਿਹੜੇ ਸਾਧਾਰਨ ਦਰਵਾਜ਼ੇ ਹੁੰਦੇ ਆ ਨਾ, ਇੱਥੇ ਲੋਕੀ ਜਿੱਦਾਂ ਅਸੀਂ ਕਹਿ ਦਈਏ ਕੁੰਡੀ ਏਦਾਂ ਬੋਲਦੇ ਆ ਨਾ। ਤੇ ਇੱਥੇ ਲੋਕ ਪਤਾ ਕੀ ਕਿਹੜਾ ਸਮਾਨ ਹੁੰਦਾ ਹੈ ਇਹਨਾਂ ਦਾ? ਹੁੰਦਾ ਪਿੱਛੇ ਵਾਲੀ ബൊണ്ട് ਹੁੰਦੀ ਹੈ ਨਾ, ਉਹਨੂੰ ਕਹਿੰਦੇ ਆ। ഇതാണ് നമ്മളെ റിസോർട്ട്. മാഷാല്ലാ, കണ്ടോ? ഇതാണ് നമ്മളെ റിസോർട്ട്. അയ്യവാ, അടിപൊളി അടിപൊളി വൈബ്, അടിപൊളി. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? പൈസ ഒക്കെ മുതലായോ? അങ്ങനെ തോന്നുന്നുണ്ട്. എനിക്ക് എന്താ തോന്നുന്നുണ്ട്? എന്ത്? ഏത് വീട്? ഏതാ കളർ? ഏതാ? യെല്ലോ റെഡ്. നമ്മള് സ്വിമ്മിങ് പൂൾ എവിടെ? കുളിക്കാനെവിടെ? എവിടെ? അതാ, അത് ചെറുതുള്ളൂ അല്ലേ? കൊള്ളുവാ? നല്ലതാണെന്ന് പറഞ്ഞു. അനക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഇങ്ങോട്ട് നോക്കി പറയേ, ഇഷ്ടപ്പെട്ടോ? അനക്കറിയത്തില്ല. അനക്ക് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. അനക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് സാർ?
പൊളിയാ കണ്ടോ അമേസിങ് റൂം പാട്ടിട് ഇതാണ് ഇവിടുത്തെ കൾച്ചർ ഓക്കെ ഗൈസ് അപ്പോ ഇനി നമ്മള് എന്ത് ചെയ്യാ ബ്ലോഗ് ഇവിടെ തന്നെ നിർത്താം